മനോവൈകല്യമുള്ളവരെ ആക്ഷേപിച്ച് പ്രസ്താവന നടത്തിയെന്ന് ചൂണ്ടിക്കാട്ടി നടൻ സലീം കുമാറിനെതിരെ ദ നാഷണൽ പ്ലാറ്റ്ഫോം ഫോർ റൈറ്റ്സ് ഓഫ് ദി ഡിസേബിൾഡ് എന്ന സംഘടന പരാതി നൽകിയിരുന്നു. സലീം കുമാറിനെ തെരഞ്ഞെടുപ്പ് പ്രചാരണങ്ങളിൽ നിന്ന് വിലക്കണമെന്നും പരാതിയിൽ ആവശ്യപ്പെട്ടിരുന്നു. ഇതിൽ ആദ്യമായി പ്രതികരിക്കുകയാണ് സലീം കുമാർ. ടിവിയിൽ വാർത്ത കണ്ടപ്പോഴാണ് ഇങ്ങനെ ഒരു പരാതി പോയതായി ശ്രദ്ധയിൽപ്പെട്ടത്. അല്ലാതെ എന്നോട് ആരും വിളിച്ചൊന്നും പറഞ്ഞിട്ടില്ല. ഇതിൻ്റെ പിന്നിൽ CPM ആണെന്ന് ഉറപ്പാണ്. അല്ലാതെ മറ്റാർക്കാ ഇതിനൊക്കെ സമയം? പറഞ്ഞ പ്രസ്താവന പിൻവലിക്കുന്നില്ല. കാരണം കേരളത്തിൽ എവിടെയാണ് ഇങ്ങനെയൊരു ആശുപത്രി ഉള്ളത്? ഇങ്ങനെ ഒരു മകനും അച്ഛനും പോലും CPMൻ്റെ സാങ്കല്പിക കഥാപാത്രങ്ങളായിരുന്നു. അവരെ ഞാൻ കണ്ടിട്ടില്ലല്ലോ. അങ്ങനെ രണ്ട് വ്യക്തികളോ ഊളംപാറ ആശുപത്രിയോ ഇല്ലാത്ത പക്ഷം ഞാൻ ആരെ ആക്ഷേപിച്ചു എന്നാണ് പരാതി. മാനസിക രോഗികളെ മൊത്തത്തിൽ ഉദ്ദേശിച്ചല്ല പറഞ്ഞത്. സാങ്കല്പികമായി പറഞ്ഞ കാര്യത്തിന് പരാതിയോ പേഴ്സണലി ഞാൻ ഒരു വ്യക്തിയെയും വ്യക്തിഹത്യ ചെയ്തതല്ല. ഒരു ഹോസ്പിറ്റലിനെയും ഒരു രോഗത്തെയും ഒരു രോഗിയെയും ഞാൻ മോശമാക്കി കാണിച്ചതല്ല. ഇല്ലാത്ത വ്യക്തിയെ ഹത്യ നടത്തിയെന്ന് പറയുന്നത് എന്ത് അടിസ്ഥാനത്തിലാണ്? ഞാനൊന്ന് ട്രോളിയതിനാണോ പരാതി? സലീം കുമാർ പ്രതികരിച്ചു. നേതാക്കൾ ആരും ഇതിനെതിരെ പ്രതികരിച്ചതായി കണ്ടില്ല. സോഷ്യൽ മീഡിയയിലൂടെ എന്നെയും എൻ്റെ മകനെയും ഭയങ്കരമായിട്ട് തെറി പറയുന്നുണ്ട്. അത് CPMൻ്റെ സംസ്കാരമാണ്. എതിരാളികളെ തെറി പറഞ്ഞ് തോൽപ്പിക്കുക എന്നതാണ് അവരുടെ രീതി. സംസ്കാരം ഒന്നും വില കൊടുത്താൽ കിട്ടില്ല. ഞാനൊരു മെസ്സിയുടെ കഥ പറഞ്ഞതിൽ അവർക്ക് കുരുപൊട്ടി. അതാണ് കാരണം, വേറൊന്നുമല്ല. ഇതിന് പിന്നിൽ ഭിന്നശേഷിയുള്ള കുട്ടികളെ വെച്ച് സിനിമ പിടിച്ച് കാശ് മുടക്കിയ ഒരു മനുഷ്യനാണ് ഞാൻ. അവരുടെ കഴിവ് പ്രകടിപ്പിക്കാൻ വേണ്ടി മാത്രം ചെയ്തതാണ്. അങ്ങനെയുള്ള ഞാൻ മാനസിക രോഗികളെ മൊത്തത്തിൽ ആക്ഷേപിച്ചു എന്നൊക്കെ പറയുമ്പോൾ നാട്ടുകാർക്ക് മനസ്സിലാകും എന്താണെന്നുള്ളത്. എന്ത് പരാതി പോയാലും തെരഞ്ഞെടുപ്പ് പ്രചരണങ്ങളിൽ ഇനിയും പങ്കെടുക്കും. എത്ര സീറ്റ് കിട്ടുമെന്നൊന്നും പ്രവചിക്കാനില്ല. പക്ഷേ ഒരു ഭരണമാറ്റം അത് ആവശ്യമാണ്. കേരള ജനത അത് പ്രതീക്ഷിക്കുന്നുണ്ട്. സലീം കുമാർ പറഞ്ഞു. ന്യൂസ് ബ്യൂറോ, കണ്ണൂർ മീഡിയ. Relax. Redefine yourself. Green Planet Hotel, near Kannur Airport, Mattanur.